നമ്മൾ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്ന രണ്ട് എക്സ്പ്രഷൻസ് ആണ് ഐ ഹാവ് ഗോട്ട്. എവിടെയാണ് ഇവ രണ്ടും യൂസ് ചെയ്യുന്നത് നോക്കാം. ഐ ഹാവ് സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്നത് മലയാളത്തിൽ ഉണ്ടെന്ന അർത്ഥത്തിലാണ്. ഐ ഹാവ് നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നത് മലയാളത്തിൽ ഉണ്ടെന്ന അർത്ഥത്തിലാണ്. ഐ ഹാവ് എ ഫോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു ഫോൺ ഉണ്ട്. അതേ അർത്ഥത്തിൽ തന്നെ നമുക്ക് ഐ ഹാവ് ഗോട്ടും യൂസ് ചെയ്യാം. ഐ ഹാവ് യൂസ് ചെയ്യുന്ന അതേ അർത്ഥത്തിൽ തന്നെ നമുക്ക് ഐ ഹാവ് ഗോട്ടും യൂസ് ചെയ്യാം. എന്നാൽ ചില സിറ്റുവേഷൻസിൽ ഐ ഹാവിന് പകരം നമുക്ക് ഐ ഹാവ് ഗോട്ട് യൂസ് ചെയ്യാൻ പറ്റാറില്ല. ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. നോക്കിയേ, ഐ ഹാവ് എ ബൈക്ക്. ഐ ഹാവ് എ ബൈക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു ബൈക്ക് ഉണ്ടെന്നാണ് അല്ലെ. ഐ ഹാവ് ഗോട്ട് എ ബൈക്ക്, ഇവിടെ ഒരേ അർത്ഥത്തിൽ തന്നെയാണ് ഐ ഹാവ് ഗോട്ട് എന്ന് യൂസ് ചെയ്തിരിക്കുന്നത്. ഐ ഹാവ് എ ബൈക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഐ ഹാവ് ഗോട്ട് എ ബൈക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഓൾമോസ്റ്റ് അർത്ഥം സെയിം തന്നെയാണ്. ഇനി നമ്മൾ സംസാരിക്കുമ്പോൾ പറയാറില്ലേ ബ്രിട്ടീഷ് ഇംഗ്ലീഷ്, അമേരിക്കൻ ഇംഗ്ലീഷ് എന്നൊക്കെ. ബ്രിട്ടീഷ് ഇംഗ്ലീഷില് സാധാരണ നമ്മൾ ഐ ഹാവ് ഗോട്ട് എ ബൈക്ക് എന്ന് പറയാറുണ്ട്. എന്നാൽ അമേരിക്കൻ ഇംഗ്ലീഷിൽ കൂടുതലും പറയുന്നത് ഐ ഹാവ് എ ബൈക്ക് എന്നാണ്. മാത്രമല്ല ഐ ഹാവ് ഫോർമൽ ആണ്. ഐ ഹാവ് ഗോട്ട് എന്നുള്ളത് ഒരു ഇൻഫോർമൽ എക്സ്പ്രഷൻ കൂടിയാണ്. ഇവിടെയെല്ലാം നമുക്ക് ഐ ഹാവ് അല്ലെങ്കിൽ ഐ ഹാവ് ഗോട്ട് യൂസ് ചെയ്യാം. എ ഹെഡേക്ക്, എ കോൾഡ്, എ ടെമ്പറേച്ചർ, ഇത്തരം എക്സ്പ്രഷൻസ് പറയുമ്പോൾ അതിൻ്റെ കൂടെ ഐ ഹാവ് അല്ലെങ്കിൽ ഐ ഹാവ് ഗോട്ട് യൂസ് ചെയ്യാം. ഇവിടെ നോക്കിയേ, ഐ ഹാവ് എ ഹെഡേക്ക് അല്ലെങ്കിൽ ഐ ഹാവ് ഗോട്ട് എ ഹെഡേക്ക്. ഇത്തരത്തിൽ രണ്ട് രീതിയിൽ പറഞ്ഞാലും കുഴപ്പമില്ല. ഐ ഹാവ് എ ഹെഡേക്ക്, ഐ ഹാവ് ഗോട്ട് എ ഹെഡേക്ക്. എന്നാൽ ചില എക്സ്പ്രഷൻസിന്റെ കൂടെ നമ്മൾ ഐ ഹാവ് മാത്രമേ യൂസ് ചെയ്യുള്ളൂ, ഐ ഹാവ് ഗോട്ട് യൂസ് ചെയ്യാറില്ല. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. നോക്കി, ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ, എ കപ്പ് ഓഫ് കോഫി, എ ഗ്ലാസ് ഓഫ് മിൽക്ക്, സംതിങ് ടു ഈറ്റ്. ഇത്തരം എക്സ്പ്രഷൻസിന്റെ കൂടെ നമ്മൾ കൂടുതലും ഐ ഹാവ് ആണ് യൂസ് ചെയ്യുന്നത്, ഐ ഹാവ് നോട്ട് അല്ല. കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാല് ഈറ്റ്, ഡ്രിങ്ക്, ടേക്ക് എന്നീ എക്സ്പ്രഷൻസിന്റെ കൂടെ നമ്മൾ ഐ ഹാവ് ആണ് യൂസ് ചെയ്യാറ്. മുൻപ് നമ്മൾ ഹാവില് പഠിച്ചതാണ്. ഹാവിന് ഈറ്റ് എന്ന് പറയുന്ന ഒരു അർത്ഥത്തിൽ നമ്മൾ യൂസ് ചെയ്യാറുണ്ട് അല്ലെ. അതേ കാര്യമാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഈ എക്സ്പ്രഷൻസിന്റെ കൂടെ നമ്മൾ ഐ ഹാവ് ആണ് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ എ ബാത്ത്, എ ഷവർ, എ റെസ്റ്റ്, എ ഹോളിഡേ, എ പാർട്ടി, എ നൈസ് ടൈം, എ ഗുഡ് ജേർണി, എ വാക്ക്, എ സ്വിം, എ ഡ്രീം, എ ബേബി, ആൻ ആക്സിഡന്റ്, ഇങ്ങനെ ഒരുപാട് എക്സ്പ്രഷൻസ് ഉണ്ട്. ഇത്തരം എക്സ്പ്രഷൻസിന്റെ കൂടെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഐ ഹാവ് ആണ്. ഈ എക്സ്പ്രഷൻസിന്റെ കൂടെ നമ്മൾ കൂടുതലായിട്ടും യൂസ് ചെയ്യുന്നത് ഐ ഹാവ് ആണ്, ഐ ഹാവ് ഗോട്ട് അല്ല. സെന്റൻസസ് നോക്കാം. ക്യാൻ ഐ ഹാവ് എ ഗ്ലാസ് ഓഫ് വാട്ടർ? ക്യാൻ ഐ ഹാവ് എ ഗ്ലാസ് ഓഫ് വാട്ടർ. ഇവിടെ നമ്മൾ എ ഗ്ലാസ് ഓഫ് വാട്ടറിന്റെ കൂടെ യൂസ് ചെയ്തത് ഹാവ് ആണ്, ഹാവ് ഗോട്ട് അല്ല. They have a test to take tomorrow. They have a test to take tomorrow. I'm going to have a sandwich. I am going to have a sandwich. അപ്പോൾ കൂടുതലായും ഈറ്റ്, ടേക്ക് എന്നൊക്കെയുള്ള എക്സ്പ്രഷൻസിന്റെ ആ ഒരു അർത്ഥത്തിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഹാവ് ആണ്, ഹാവ് ഗോട്ട് അല്ല. ഇന്ന് നമ്മൾ വീഡിയോയിൽ കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഡിസ്കസ് ചെയ്തത്. ഐ ഹാവ് ഗോട്ട് എന്നീ എക്സ്പ്രഷൻസിനെ കുറിച്ച് ഇനിയും ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഐ ഹാവ് ഫോർമൽ ആയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഐ ഹാവ് ഗോട്ട് ഒരു ഇൻഫോർമൽ യൂസേജ് ആണ്. എല്ലാ സ്ഥലത്തും ഐ ഹാവിന് പകരം നമുക്ക് ഐ ഹാവ് ഗോട്ട് യൂസ് ചെയ്യാനായിട്ട് സാധിക്കാറില്ല. ഐ ഹാവ് എന്ന് പറയുമ്പോൾ ഉണ്ടെന്ന അർത്ഥത്തിലാണ് നമ്മൾ പറയുന്നത് അല്ലെ. ഐ ഹാവ് എന്ന് പറയുമ്പോൾ ഉണ്ടെന്ന അർത്ഥത്തില്, ഓൺ എന്നൊരു മീനിങ് കിട്ടാൻ വേണ്ടിയിട്ട്, എന്റെ കയ്യിൽ അതുണ്ട്, എനിക്ക് ഒരു കാറുണ്ട് എന്നൊക്കെ ഉള്ള രീതിയിൽ. ഐ ഹാവ് ഗോട്ടും ഐ ഹാവും ഏകദേശം ഒരു എക്സ്പ്രഷൻസിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. എന്നാൽ ഐ ഹാവ് ഗോട്ട് എന്ന് പറയുമ്പോൾ അക്യൂർ ചെയ്യുക, ഒബ്റ്റെയിൻ ചെയ്യുക എന്നീ അർത്ഥത്തിലും നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്? ഐ ഹാവ് ഗോട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ്
മറ്റൊരു വീഡിയോയിൽ മനസ്സിലാക്കാം. താങ്ക് യു.